നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം SK ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ മരണം. ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായാണ് കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അരുവിക്കര സ്വദേശി അഖിൽ മോഹനാണ് മരിച്ചത്. തിരുവനന്തപുരം SK ആശുപത്രിക്കെതിരെയാണ് പരാതി. ജോലിസ്ഥലത്ത് കുഴഞ്ഞുവീണ അഖിൽ മോഹനെ ആദ്യം എത്തിച്ചത് മെഡിക്കൽ കോളേജിലെ IC യൂണിറ്റിലും അവിടെയായിരുന്നു. അവിടെ കിടക്കകൾ ഇല്ല എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് മടക്കി അയക്കുകയായിരുന്നു. ശേഷം എത്തിച്ചത് ശാസ്തമംഗലത്തെ ശ്രീരാമകൃഷ്ണ ആശുപത്രിയിലായിരുന്നു. പിന്നീട് SK ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. ആൻജിയോഗ്രാം ചെയ്യാതെ വൈകിപ്പിച്ചു എന്നാണ് പരാതി. 5 മണിക്കൂറിലേറെ ഇദ്ദേഹത്തിന് ചികിത്സ കിട്ടിയിട്ടില്ല എന്നാണ് കുടുംബം പരാതിപ്പെടുന്നത്. ആശുപത്രിയിലെ പരിശോധനാ യന്ത്രം തകരാറിലായത് മറച്ചുവെച്ചതായും ആരോപണം ഉയരുന്നുണ്ട്. കുടുംബത്തിന്റെ പ്രതികരണം കാണാം. ആൻജിയോഗ്രാം ചോദിച്ചപ്പോൾ മിഷൻ കംപ്ലൈന്റ്. ഇത്രയും വലിയ ഹോസ്പിറ്റലാണ്. ആൻജിയോഗ്രാം ചോദിച്ചപ്പോൾ മിഷൻ കംപ്ലൈന്റ്. ആ പേഷ്യന്റ് പറഞ്ഞ മറുപടി ഹോസ്പിറ്റലിന്റെ പേര് ഇന്ന് മെഡിക്കൽ സൂപ്രണ്ടും പറഞ്ഞതാണ്. നമ്മളെ മിഷൻ കംപ്ലൈന്റ് ആണ്, നിങ്ങൾ അറിയിക്കണ ആവശ്യം. അക്ഷയ് ഡീറ്റെയിൽ പറയണം. ഇന്നലെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് 12 മണിയായപ്പോൾ കൊണ്ടുവന്നതാണ്. വെറും നെഞ്ചുവേദന എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് എന്റെ ചേട്ടന്. ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓക്സിജൻ കുറവ്. ഓക്സിജൻ കൊടുത്തു. അത് വേണമെന്ന് പറഞ്ഞ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഹാർട്ട് അറ്റാക്കിന്റെ സിമ്മലുണ്ട്. അവർ രണ്ടും പോസിറ്റീവ് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അവർ കൺഫേം പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യണം. അവിടെ ആൻജിയോഗ്രാം ഇല്ല. നിങ്ങൾ അടുത്ത പെട്ടെന്ന് ഹോസ്പിറ്റലിൽ SKയിലോട്ട് പോകാൻ പറയും. നമ്മൾ പറഞ്ഞു ശ്രീചിത്രയിൽ പോകാന്ന്. അവർ പറഞ്ഞു വേണ്ട, ഇവിടെ തന്നെ SKയിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് SKയിലോട്ട് വിട്ട്. SKയിൽ 1 മണിയായപ്പോൾ ഇവിടെ വന്നു. 1 മണിയായപ്പോൾ വന്നപ്പോൾ നമ്മളെ ജൂനിയർ ഡോക്ടർ സീനിയർ ഡോക്ടർ എല്ലാം നോക്കി. കാർഡിയോ ജൂനിയർ ഡോക്ടർ വന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് എല്ലാം സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്ത്. കാർഡിയോ ഇവിടുത്തെ സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്ത രാജേഷ് ഡോക്ടർ പറഞ്ഞത് ഒരു പ്രശ്നമില്ല, ഈ പേഷ്യന്റിന് കാർഡിയോയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ ചേട്ടനെ വിളിച്ച് പറയാണ്, ഒരു പ്രശ്നമില്ല ചേട്ടാ, നമ്മളെ ഇവിടെ ആശുപത്രിയിൽ നിന്ന് വിടാൻ പോവുകയാണ്, ഒരു പ്രശ്നമില്ലെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വയലന്റ് ആയി തുടങ്ങി. ഇതെല്ലാം അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. 2 ഡോക്ടർമാരെ കൺമുമ്പിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കണം. ഒരു റിയാക്ഷനും ഇല്ല അവർക്ക്. 2 ഓക്സിജൻ മാസ്ക് അല്ലാതെ അവർ വേറെ ഒന്നും വെച്ചിട്ടില്ല. 2 ഓക്സിജൻ മാസ്ക് അല്ലാതെ 5 മണിക്കൂറോളം അവിടെ ഇട്ടുകൊണ്ട് കിടത്തി നമ്മൾ. 5 മണിക്കൂറോളം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടിയായിരുന്നു. 5 മണിക്കൂറോളം. 5ാമത്തെ മണിക്കൂറായപ്പോൾ പുള്ളി വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. പുള്ളിക്ക് ഫിക്സ് വരാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല, വെറും ആൻജിയോഗ്രാം തീരാന്നുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ആൻജിയോഗ്രാമിന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന്. വെറും ആൻജിയോഗ്രാമിൽ തീരാന്നുള്ള കാര്യം. ഇന്നലെ ഇവിടുത്തെ മിഷൻ കംപ്ലൈന്റ് ആയിരുന്നു. അത് അവർ വരുമ്പോൾ നമുക്ക് പറയാമായിരുന്നു. നമ്മൾ വേറെ ആശുപത്രി കൊണ്ടുപോകരുത്, നമുക്ക് ഇവിടെ തന്നെ ചികിത്സിക്കണോ നിർബന്ധമില്ല. അത് അവർ പറഞ്ഞിട്ടില്ല. അവസാനം 5ാമത്തെ മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 5ാമത്തെ മിനിറ്റിൽ അവിടുത്തെ കാഷ്വാലിറ്റി ഡോക്ടർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണതാണ് നല്ലത്, വേറെ ആശുപത്രി കൊണ്ടുപോ, എങ്കിലേ പുള്ളിയെ രക്ഷപ്പെടുത്താൻ പറ്റൂ പറഞ്ഞിട്ട് തിരിഞ്ഞത് പുള്ളി ഡെത്തായി. രാവിലെ 5:30 പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് എഴുതിയെടുത്തോണ്ട് പോയി. വേറെ ഒന്നും ചെയ്തില്ല. പോലീസിനെ വിളിച്ചു, ഡോക്ടർമാരെ വിളിച്ചു. ആ ബോഡിയെ മരിച്ച ഡെത്തായെന്ന് പോലും ഇല്ലാതെ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് നേരെ എടുത്തോണ്ട് പോയി ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തോ ഇല്ലെന്നും നമുക്ക് അറിഞ്ഞൂടാ. അവർ CD തന്നിട്ടില്ല, ഡ്രൈവ് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. ഇതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ. 48 മണിക്കൂർ ഒബ്സർവേഷൻ വേണമെന്ന് പറഞ്ഞു. ഒന്നുമില്ല. ഇവിടുന്ന് കൊണ്ടുപോകണം. ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവർ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ പറ, എന്ത് ചെയ്യണം? നിങ്ങൾ പറ, അവർ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ വെച്ച് തന്നെ സംസാരിക്കും. ഇവിടെ വെച്ച് നിങ്ങൾ എല്ലാവരും കേട്ടോ സംസാരിക്കണമെന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. 30 ദിവസമായ കൊച്ചാണ്. 30 ദിവസമായി. എന്റെ ചേച്ചി പ്രസവിച്ചിട്ട് 30 ദിവസമായോ. ആ കൊച്ചിന്റെ അവളുടെ ഞാൻ എന്ത് പറയും? ഫുൾ മീഡിയക്കാരെ വിളിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൈരളി ന്യൂസ്, എല്ലാ ന്യൂസ് ചാനലിലെ വിളിച്ചു. ഒറ്റ ആൾക്കാർ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം എന്റെ അച്ഛൻ ഇതേപോലെ ഡയറക്ടറിന്റെ കൺസൾട്ട് പേഷ്യന്റാണ്. എന്റെ അച്ഛൻ ഇതേ അവസ്ഥ തന്നെ വരാം. നിങ്ങൾ ആരും ഉണ്ടാകുക. അവർ സൗകര്യമായ ഒരു സഹോദരനാണ്. അവർക്ക് പരിശോധന. ഞാൻ ആരും അല്ല. പേപ്പറിൽ എനിക്ക് തന്നെ വിഷമമാകുന്നുണ്ട്. കാരണം കുഞ്ഞൊക്കെ ഉള്ളതെന്ന കാര്യം നമുക്ക് അതിന്റെ വിഷമം. അതെ, നൂലെടുത്താണ്. അപ്പൊ എനിക്ക് തന്നെ കേൾക്കും വിഷമമായി. കാരണം എന്റെ അച്ഛൻ ഇതേ പേഷ്യന്റ് ഡോക്ടറിന്റെ പേഷ്യന്റാണ്. അപ്പൊ ഞാൻ ഇത് എന്ത് വിശ്വസിച്ച് ഞാൻ കൊണ്ടേ കാണിക്കും? ഇത് ഒന്നല്ല, ഇന്ന് ഫസ്റ്റ് ഡെത്ത് രണ്ടുപേര് ആൻജിയോഗ്രാം മിഷൻ കംപ്ലൈന്റ് ആണെന്നുള്ള പേരിൽ 2 പേര് ഡെത്തായി. അവര് ആ പേഷ്യൻസ് കാല് പിടിച്ചവര്
പിന്നെ നമ്മൾ ശ്രീത്രയിലോട്ട് റെഫർ ചെയ്തില്ല, കൊടുത്തില്ല. ആൾക്കാരെ കൊല്ലണം എന്തിനാണ്? പറയുന്ന എത്ര 2 ലക്ഷം മരിച്ചു കിടക്കുന്ന ആളെ തിരിച്ചു കിട്ടിയൊന്നുമില്ല. പക്ഷെ ഇതിന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് 5 മണിക്കൂർ നമ്മളെ ഇട്ടുകൊണ്ടിരുന്ന 5 മണിക്കൂർ നമുക്ക് അറിയാൻ പറ്റും. അതിന് തന്നെയാണ് ഇത്ര ഇഷ്യൂ ഉണ്ടാകുന്നത്. അതിന് തന്നെയാണ് ഇത്ര ഇഷ്യൂ ഉണ്ടാകുന്നത്. ഫുൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കാം. നമുക്ക് ഇതേപോലെ ഗതികളുണ്ടാവും. കാരണം നമ്മൾ അറിയാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഇതേ അവസ്ഥയിൽ ഞാൻ ചേട്ടാ 2 മണിക്കൂർ കൊണ്ട് അവിടെ വന്നിരിക്കുകയാണ്. ഉള്ള മീഡിയാസിനെ മൊത്തം വിളിക്കാനില്ല. നമ്മൾ 4 പേര് നിന്ന് 2 മണിക്കൂർ കൊണ്ട് വിളിക്കുകയാണ്. ഒരു മീഡിയസ് വന്നിട്ടില്ല. ഒറ്റ ആൾക്കാർ തിരിഞ്ഞു നോക്കിയില്ല. രാവിലെ വന്നപ്പോഴേ 5 മിനിറ്റുള്ള ഫുട്ടേജ് എടുത്തോണ്ട് പോയി. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ആയി. പിന്നെ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ജനൻ TV ഇവിടെ വന്ന് ഫുട്ടേജ് എടുത്തോണ്ട് പോയി. ആ ഫുട്ടേജ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ആ ഡോക്ടർ ഇവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് ശ്യാമ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞ ചെയ്യും. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇത് കാണുന്നത്. ഞങ്ങൾ ഇത് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ സമ്മറി നമുക്ക് തന്നിട്ടില്ല. ആൻജിയോഗ്രാം ചെയ്ത ഡീറ്റെയിൽസ് തന്നിട്ടില്ല. പേഷ്യന്റിനെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. 5 മണിക്കൂറായി പേഷ്യന്റ്, 8 മണിക്കൂർ അടുപ്പിച്ചായി പേഷ്യന്റ് മരിച്ചിട്ട്. പേഷ്യന്റിന് ഇപ്പോഴും 0% ചാൻസ് ഉണ്ട്. അതറിയാം. വെന്റിലേറ്ററിൽ ഉള്ളതുകൊണ്ട് ഹാർട്ട് ബീറ്റ് ഇടിക്കുന്നു. നാളെ നിങ്ങൾക്കെല്ലാം ഈ ഗതി വരും. ആരും ചോദിക്കാൻ വരില്ല. ആരും നിങ്ങൾക്ക് അവിടെ നിന്നോ നിങ്ങളെ തന്നെ ചോദിക്കണം. ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവർ. ഇത്രയും നേരം നമ്മൾ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരെല്ലാം അകത്തുണ്ട്. ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല.